പെണ്ണിനും ഇങ്ങനൊരു വിധി കൊടുക്കരുത്. എന്താന്നറിയാവോ, ഞാൻ സ്വയം മേടിച്ചു കൂട്ടിയ വിധിയാണിതേ. നിങ്ങൾക്കൊന്നും അത് പറഞ്ഞാൽ മനസ്സിലാവൂല. പിന്നെ വേറൊരു കാര്യം നിങ്ങൾ മനസ്സിലാവും, നമ്മളെല്ലാരും നേരം വെളുത്ത് അന്ത്യോളം കുടുംബത്തിടന്ന് പണിയോട് പണിയാണ്. എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം. അടിച്ചു വാരണം, തുണി അലക്കണം, പാത്രം കഴുകണം. ഇനിയിപ്പോ സ്കൂൾ പറഞ്ഞോണ്ട് പിള്ളേരെല്ലാം ഒരുക്കി കെട്ടി കോടതിയിലേക്ക് വിടണം, അങ്ങനെ കുളിച്ചൊരിപ്പിച്ച് സ്കൂളിലോട്ടും വിടണം അല്ലേ? അങ്ങനെയല്ലല്ല, തിരിഞ്ഞു പോയല്ല. അതാണ് തലക്ക് വെളിവില്ല, പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ഒരു ഇതും കൂടി തൂത്ത് വാരി കഴിഞ്ഞ് എന്റെ സകല പണി കഴിഞ്ഞില്ല, തുടങ്ങാൻ പോയുള്ളു. എന്തൊരു കഷ്ടവും നോക്കൂ ഭഗവാൻ. ഇനി 10-200 ഈർക്കില് ഞാൻ ഇവിടെ കിടന്ന് പിറക്കി വാരി ചൂല് കെട്ടിട്ട് എപ്പ തൂത്തു വരാനാ? ഞാനിവിടെ കിടന്ന് ഈ കാണിക്കണ വല്ലോ കാണുകയും കേൾക്കുകയും ചെയ്യണുണ്ടെന്നൊക്കെ മൂടി പൊതച്ചോണ്ട് അവിടെ ഇരിക്കണേ. ചേട്ടാ, നിങ്ങൾക്ക് എന്തോന്നാ ചെയ്യണത്? എന്താന്ന്? ചേട്ടാ നിസ എടി പൊട്ടിക്കാളി, അതല്ലെന്ന്, എനിക്ക് ഭയങ്കര പനി. ഒന്ന് തൊട്ട് നോക്ക്. തൊട്ടൊക്കെ നിങ്ങളെന്താ അച്ചാറാ? തൊട്ട് നോക്കാനല്ല പറഞ്ഞു, തൊട്ട് നോക്കായി. ഈ കഷത്ത് വെക്കണ സാധനം ഉണ്ടാ? കോടയില്ല, അവിടെ ഇരിപ്പുണ്ട്, എടുത്തോണ്ട് വരാം. കൊടയല്ല, നീ ഡോക്ടർമാരൊക്കെ പനി ഉണ്ടാന്ന് നോക്കൂല കഷത്ത് വെച്ച്. തെർമോക്കോളല്ലേ? മറ്റേ മീറ്റർ, തെർമോമീറ്റർ. അതുണ്ടാ? ചിലപ്പോ എനിക്ക് എന്നെ പനി ഉണ്ടാന്ന് നോക്കിയൊന്ന്. പനിയില്ലല്ലോ. ഇന്ത്യയിൽ ആർക്കും ഇല്ലാത്തൊരു വെറൈറ്റി പനിയാണ് എനിക്ക് പിടിച്ചേക്കണ. അറിയാ? വെറൈറ്റി പനി. കള്ളപ്പന്നി. കള്ളപ്പനിയാണെന്ന് പറഞ്ഞത്. അതല്ല, വെറൈറ്റി പനി. ഇന്ത്യയിൽ ഒരു മനുഷ്യനും ഇങ്ങനത്തെ പനി വന്നിട്ടില്ല. അത് ചിലപ്പോ ശരിയായിരിക്കോട്ടാ. ഈ നാട്ടിലെന്നല്ല, ഇന്ത്യയിൽ തന്നെ ഇങ്ങനെ ഒരു പനി ആർക്കും വന്നിട്ടുണ്ടാവില്ല. എന്റെ കെട്ടിയന് മാത്രമേ വരുള്ളൂ. അതാണ് പേടിപ്പനി. നീ ആരുതടി സംസാരിക്കണത്? കേരളത്തിലെ പ്രശസ്തനും പ്രഗത്ഭനുമായ ഒരു അഡ്വക്കേറ്റ് സുമേഷ് വാളൂരാന്റെ അടുത്താണ് അവളുടെ ഈ സംസാരം. ഞാൻ ആരാണെന്നറിയാം? കോടതിയിൽ ഞാൻ ഘോരം നിനക്ക് അറിഞ്ഞൂടെ? തന്നെ കോടതി കിടന്ന് കോരിയതൊക്കെ ഇവിടെ പറഞ്ഞ ആണുങ്ങളുടെ വലിയ കാര്യം. കോടതി കിടന്ന് കോരിയല്ല പറഞ്ഞത്, കോടതിയിൽ ഘോരം ബാധിച്ചോണ്ടാണ് ഞാൻ അറിയാം. എനിക്ക് നാളെ രാവിലെ ഒരു കേസുണ്ട്, പ്രമാദമായ ഒരു കേസാണ്. അതിന്റെ വിധിയാണ് നാളെ. ലോകത്തൊരു വക്കീലിനും ഈ വിധി വരുത്തരുതേ എന്നാണ് എന്റെ പ്രാർത്ഥന. അളിയാ, പെട്ടുപോയി, സത്യം പെട്ടുപോയി. സുപ്രസിദ്ധ ഗുണ്ട മുള്ളംപന്നി പപ്പൻ. 5 പൈസ ഇല്ല, മുറിബീടി വാങ്ങിക്കാൻ പൈസ ഇല്ലാതെ ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ് വീട്ടില്. അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ ഇരിക്കണമെന്ന് അറിയാൻ നാട്ടുകാരെ കൂടി ഇങ്ങനെ ഇരിക്കണം കാണിക്കണം. അതല്ല, നോക്കി നിന്നപ്പോ ക്ലിച്ചോന്നൊരു സൗണ്ട്, ഇതിനകത്ത് 50,000 ക്രെഡിറ്റ് ആയി. 50,000 രൂപ. ആരാ പൈസയെന്ന് നമ്മൾ നോക്കിയില്ല. ഇവളെ വിളിച്ചോണ്ട് ഒരൊറ്റ പോക്ക് ഉള്ള കടയൊക്കെ കയറി ഇറങ്ങിയുള്ള ചായയും ബിരിയാണിയൊക്കെ വാങ്ങിച്ചു കൊടുത്ത് നോമ്പെന്ന് പറഞ്ഞ ഇവള് നിന്നും ഇരുന്നും കിടന്ന് 7 കുഴിമന്തിയാണ് തിന്നത്. 7 കുഴിമന്തി അറിയാ. അവസാനം ദൃശ്യം 3യും കണ്ട് വീട്ടിൽ വരുമ്പോ 22 രൂപ 50 പൈസ ബാലൻസ്. എന്ന് കിടന്ന് അന്തസ്സായിട്ട് ഉറങ്ങിയിട്ട് രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോ ഒരു കോള് വരുന്നു. ഞാൻ അറ്റൻഡ് ചെയ്തപ്പോ ആരെന്നറിയാം? പ്രസിദ്ധ ഗുണ്ട മറ്റേ പപ്പന്റെ ശിഷ്യന്മാര് വിളിക്കുന്നു. നമ്മളന്ന് 25 വെട്ടുകേസുമായിട്ട് ജയിലിൽ കിടക്കണമെന്ന് ഇറക്കണമെന്ന് ഞാൻ പറഞ്ഞു. പറ്റൂല എന്ന് പറഞ്ഞു. അപ്പൊ അവന്മാര് തിരിച്ചു പറയാണ്, പറ്റൂലെങ്കിൽ ഇന്നലെ വാങ്ങിച്ച 50,000 തിരിച്ചു തരാം കേട്ടാ. അവന്മാരാണ് പൈസ കിട്ടുന്നത്, തിന്ന് തീർക്കുകയും ചെയ്ത ആ പൈസ. കേസ് എടുത്തോളാന്ന് പറഞ്ഞ് കേസിന് കൈ അങ്ങ് കൊടുത്ത്. അന്ന് തുടങ്ങിയ വിധിയാണ്. നാളെയാണ് ഇതിന്റെ അന്തിമ വിധി. ഈ കേസെങ്ങാനും ഞാൻ തോറ്റ പപ്പന്റെ ഗുണ്ടകൾ എന്നെ വെട്ടും, ഉറപ്പാണ്. എനിക്ക് കേസിന്റെ കാര്യം ആലോചിച്ച് എനിക്ക് ടെൻഷൻ. എന്റെ ചേട്ടാ, നിങ്ങൾ ഇങ്ങനെ എടുത്ത് വായുളകിട്ട് എന്താ കാര്യം? വിഷമിക്കല്ലേന്ന് കണ്ടാ, ഇത്രയും ടെൻഷന്റെ ഇടയിലും ഇവളെ പോലുള്ളവർ ഒരു മനസ്സമാധാനം തരുന്നില്ലേടി? മതിയടി. നമ്മുടെ വീട്ടിലേക്ക് പുതിയൊരു അതിഥി വരാൻ പോണേ. സത്യം? റിയലി? ലാലി 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 ലേലോ മലരൊളി. നാളത്തെ കേസ് തോറ്റാലും കുഴപ്പമില്ല. ഇനി തൊട്ടിൽ വായിക്കണ കാര്യങ്ങൾ വായിക്കണം, കരിവളം വായിക്കണം, കൊച്ചുവളം വായിക്കണം. ഈ സമയത്ത് നിനക്കിപ്പോ എന്തോ വേണം? സന്തോഷമായി, ഏട്ടന് സന്തോഷമായി. ഈ സമയത്ത് അങ്ങനെ ചാടിക്കൂടാ. 10-10 മണിക്ക് എന്താ കുഴപ്പം ചാടിയാലും? 10-10 മണിക്കല്ല, ഈ സമയത്ത് അങ്ങനെ ചാടിക്കൂടാ. ശരീരം നോക്കണം, പോഷകാഹാരങ്ങൾ കഴിക്കണം. നിനക്ക് മസാല ദോശ വേണോ, പച്ചമാക വേണോ, പറഞ്ഞ എന്ത് മാറ്റോട്ട്? എനിക്കിതൊന്നും വേണ്ട. നിങ്ങൾ എന്ത് ഇങ്ങനെയൊക്കെ പറയണം? നീ പറഞ്ഞില്ല അതിഥി വരുമെന്ന്. അത് എന്റെ ആങ്ങളോ ഓമനക്കുട്ടമ്മനുണ്ട്. എന്റെ ആങ്ങളോ ഓമനക്കുട്ടമ്മൻ എന്നാ പറഞ്ഞ. അതിന് നിങ്ങൾ ഇത്ര കാർക്ക് ചൂപ്പണെന്താ? നിങ്ങളുടെ മുഖം പാടിയല്ല അങ്ങോട്ട്. പിന്നെ കത്തിക്കൊണ്ടിരിക്കണ വിളക്കിൽ വെള്ളം കോരി ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ വാടൂല കളിയാ. ഒന്നാമത് എനിക്ക് അവനെ കണ്ണെടുത്താ കണ്ടുകൂടാ. ആണുങ്ങളെ മോന്തയും പെണ്ണുങ്ങളെ പേരും ഓമന. അളിയാ കുളി എന്താ പറഞ്ഞത്?
ഓമനെ. ഓളം തല്ലിയേ, ഓളം തല്ലിയേ, ഓളം തല്ലിയേ. ഏയ്, ഓളം, ഓളം. അത് മനസ്സിലായി ഓളമാണെന്ന്. ഇങ്ങോട്ട് അയ്യോ. ഇങ്ങോട്ട് ഇറങ്ങിയതാവട്ടെ. അയ്യോ. ഇങ്ങോട്ട് വാ. എനിക്കറിയാൻ മേലാഞ്ഞോട്ട് ചോദിക്കാണ് ആങ്ങളുടെയും പെങ്ങളുടെ ഉദ്ദേശം എന്ത്? പെങ്ങളെ! ഓമനെ. പെങ്ങളെ! അയ്യോ എന്റെ മകളെ കണ്ടിട്ട് ഇങ്ങനെ ആക്കുമ്പോ സൗണ്ട് വരും, ഇത് കേൾക്കുന്നില്ല. ഇങ്ങനെ എന്തിനാക്കണത്? എന്റെ പെങ്ങളെ ആരെയും കണ്ണു വിട്ടാലും പെങ്ങളെ ആര് പറഞ്ഞു ഞാനാ നിങ്ങളുടെ എന്റെ കേസ്. എന്നോട് ഇഷ്ടം കൂടെ ആർക്കാണ് ഇഷ്ടം? എനിക്ക് ഒരു ഇഷ്ടവും ഇല്ല. ഇറങ്ങിക്കൊള്ളണം വീട്ടിൽ നിന്ന്. കടക്ക് പുറത്ത്. 10-15 മാസമായില്ലേ ഞാൻ ഈ വീട്ടിൽ വന്നിട്ട്. കഴിഞ്ഞ മാസം ഞാൻ വന്ന് ജംഗ്ഷനിൽ വന്നു. അളിയൻ പറഞ്ഞു ഈ വീട്ടിൽ കയറി ഞാൻ കയ്യും കാലും തല്ലി ഓടിക്കും. അത് ഞാൻ പറഞ്ഞു. എനിക്ക് അവനെ ഇഷ്ടമല്ല. കയ്യും കാലും തല്ലി ഓടിക്കും. ഞാൻ മാത്രം ഈ കൊച്ചിനെ കാണാൻ വേണ്ടി ബസ് സ്റ്റോപ്പ് വരെ പോയുള്ളൂ. ചേട്ടൻ വന്നില്ല. വന്ന് അവള് പോയ കാര്യം എന്താണ്? നീ കൊണ്ടുവന്ന ചക്കയും മാങ്ങയും വാഴയ്ക്കയും മരിച്ചിനെയൊക്കെ വീട്ടിൽ കൊണ്ടുവരണ്ടേ? അതുകൊണ്ട് അവള് പോയി. എത്ര ഞാൻ സ്നേഹം കൊണ്ടല്ല, ഞാൻ ഒരു കാര്യം പറട്ടെ. ഇവള് ഫോൺ വിളിച്ചപ്പോ ഞാൻ സത്യം പറഞ്ഞ നീറ്റിലിരിക്കുന്ന സമയമായിരുന്നു. ശകല ഓയിൽമെന്റ് വെച്ചാൽ ഇടാത്തത് എന്തുവാ നീറ്റുന്ന സ്ഥലത്തെല്ലാം. അതല്ല ഇവിടെ എല്ലാവർക്കും അറിയാലോ ഞാൻ ഭയങ്കര ഫേമസ് വള്ളം കളിക്കാരനാണെന്ന്. അറിഞ്ഞ അങ്ങനെയൊന്നുമല്ല. എന്താണ് അറിഞ്ഞത്? വള്ളംകളി നടത്തുന്ന സ്ഥലത്ത് അളിയനെ അടുപ്പിക്കൂല. ഈ ഇടയ്ക്ക് തുഴയ്ക്കൊരു അടിയങ്ങാനോ എന്തോ അങ്ങനെ എന്തൊക്കെ. അത് നാട്ടുകാർ പറയുന്ന കരക്കമ്പി അല്ലേ? അതെ, എന്ത് കമ്പി ആയിക്കട്ടെ. ഈ അതൊന്നുമല്ല ഇവിടുത്തെ നടക്കുന്ന സംഭവം അളിയനെ അറിഞ്ഞു. എന്തുവാ 2 ദിവസം കൊണ്ട് ഞാൻ തീ തിന്നെയാണ്. അറിയാം. തീ തിന്ന അളി എന്തോ ഡ്രാഗൺ ആണ്. വ്യാളിയാടാ വ്യാളി. ഇറങ്ങി വെളിയിലിറങ്ങി. വെളിയിലിറങ്ങി. ഞാൻ പോകൂല അളി. എന്തോടെയാ പറഞ്ഞത്? ചെവുക്കല് 2 അടി അടിച്ചെന്ന് ഞാൻ ക്ഷമിച്ചേനെ. അളിയൻ പറഞ്ഞ വാക്ക് എന്റെ നെഞ്ചിങ്ങനെ കീറി മുറിക്കണ്. എന്താ പറഞ്ഞ അവസാനം? ഗെറ്റൗട്ടെന്ന്. അതിന്റെ മലയാളം പറ. ആണാമാനോ ഇല്ലാത്തവനെ ഇറങ്ങി പോയ എന്റെ വീട്ടിൽ. പറഞ്ഞത് കേട്ടോ? ഇറങ്ങിപ്പാ. ഓമനെ. ഓമനെ പോവുക. കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. അവനെ നിർത്താവൻ പോയി. വാ വാ. നിങ്ങൾക്ക് എന്താണ് എന്റെ ആങ്ങളെ കാണുമ്പോ ഇത്ര ചൊറിച്ചില്? ചൊറിച്ചില്ലടി, എനിക്ക് അലർജിയാണ്. അവനെ കാണുമ്പോ അറിയാം, അലർജിയാണ്. അവൻ പോയതോ പോയി. ഇങ്ങ് വാ. നീ സഞ്ചി എടുക്കാൻ പോയായിരുന്നാ? പോയില്ലായിരുന്നു. പോയില്ല. മാറിയട്ടാ. പോയില്ലല്ലോ, ബാഗ് എടുക്കാൻ വേണ്ടി പോയതാ. ബാഗ് എടുക്കാൻ നേരത്തെ എന്തോ അഭിനയിച്ച് തള്ളിക്കൊണ്ട് അങ്ങോട്ട് അത് ഞാൻ അങ്ങനെ എവിടെങ്കിലും പോകുമ്പോൾ ഇങ്ങനെ അഭിനയിച്ചുള്ളൂ. പുക കണ്ടേ അടങ്ങുള്ളല്ലേ. അളിയും വലിയ കൊണ്ടല്ലേ എന്ത് പോയിക്കൊണ്ടെന്ന് പറഞ്ഞു. എനിക്കൊരു പിടിയിരൂ. സുപ്രസിദ്ധ വക്കീലിന്റെ മുഖത്തേക്ക് പറഞ്ഞ കേട്ടാ നിന്റെ അനിയൻ. എന്തുവാ വീഡിയോ ഉണ്ടെങ്കിൽ കൊടുക്കാൻ. അതിപ്പോ സാധാരണ അവൻ സിഗരറ്റ് അല്ലേ ചോദിക്കാറ്. ഇതിപ്പോ ഒരു സിഗരറ്റ് മേടിക്കാൻ പോലും നിങ്ങളുടെ കാശില്ലെന്ന് അവൻ അറിയാതാണ് വീഡിയോ വെച്ചിട്ടേ കൂടങ്ങാട്. നിങ്ങൾക്ക് അവന് ഇഷ്ടമല്ലെന്നുള്ള കാര്യം എനിക്ക് പണ്ടേ അറിയാം ചേട്ടാ. കുറെ നേരം ഞാനിവിടെ മിണ്ടാതെ നിൽക്കണം. എനിക്ക് ദേഷ്യം വരണ്ടെന്ന് ഓർത്തോ. ഇഷ്ടമില്ലെന്ന് മാത്രം പറയല്ലേ. ഞങ്ങളെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇവളെടുത്ത് ഇഷ്ടമുള്ളതിനേക്കാളും എനിക്ക് അവനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അയ്യോ എനിക്ക് എന്തോ പോലെ ഇവിടെ സംസാരിച്ചിരിക്കാൻ സമയമില്ല. അളിയൻ വെളിയിലിറങ്ങ്. അളിയൻ വെളിയിലിറങ്ങുന്നു. എന്റെ ഈ പെങ്ങളെ അളിയന്റെ കയ്യെ പിടിച്ച ഈ ബന്ധം എങ്ങനെ ഉണ്ടായെന്ന് അറിയാമോ? അളിയ അതൊരു കഥയാണ്. പണ്ട് കാലങ്ങൾക്ക് മുമ്പ് ഒരു സൗണ്ട് കേട്ടല്ലോ. അതങ്ങനെയാണ്. പഴയ കഥ പറഞ്ഞ കൂടെ ഒരു അങ്ങനെ കേക്കൂ. അങ്ങനെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു കഥയാണ്. അന്ന് വള്ളംകളിയുടെ കഥ. അളിയ ചാമ്പയ്ക്ക ചുണ്ടെന്ന് കേട്ടിട്ടുണ്ടോ? ചാമ്പക്കച്ചുണ്ടൻ നമ്മുടെ വെള്ളം, നമ്മുടെ വെള്ളം, നമ്മുടെ കുടുംബ വള്ളം. കുടുംബവെള്ളം. അങ്ങനെ ചാമ്പയ്ക്ക ചുണ്ടെന്ന് പറഞ്ഞ വള്ളം. ഞങ്ങളുടെ അച്ഛൻ വള്ളത്തിന്റെ തുമ്പിൽ. ഞങ്ങളുടെ അച്ഛൻ. വള്ളത്തിന്റെ പിറകിലാരാ? ആരാ? എനിക്കങ്ങനെ അറിയാം. എന്റെ അച്ഛൻ. എന്റെ അച്ഛൻ. അങ്ങനെ മത്സരം തുടങ്ങി. വേമ്പനാട്ട് കായലിൽ കുറെ വള്ളങ്ങളുണ്ട്. മത്സരം തുടങ്ങി. ഫിസിലടിച്ചതും കാണികളെ ആവേശം കൊള്ളിക്കാൻ വേണ്ടി അളിയന്റെ അച്ഛൻ തോർത്തെടുത്ത് 3 കറക്ക് ദാ കിടക്കണ വെള്ളത്തി. ആരുമില്ല രക്ഷിക്കാൻ. അവിടെയാണ് യഥാർത്ഥ ഹീറോ ജനിച്ചത്. ആരാ ജനിച്ചത്? ഞാൻ എടുത്തു ചാടി വെള്ളത്തി നേരെ പൊക്കിയെടുത്ത് കരയെ കൊണ്ടങ്ങിട്ട് അവസാനം അച്ഛനെ കഴുകി എടുത്ത് ഇവിടെ കൊണ്ടുവന്നു. അപ്പൊ അച്ഛൻ മരിക്കാൻ നേരം എന്റെ എന്തോ പറഞ്ഞെന്നറിയോ? പറഞ്ഞു. നിങ്ങളുടെ അച്ഛൻ പറഞ്ഞു, മോനെ നിന്റെ പെങ്ങളെ എന്റെ മോന് കെട്ടിച്ചേർന്നത്. ഫീൽ ആവുന്നില്ലേ? ചെറുതായിട്ടായി. എടാ നിനക്ക് ചായ എടുക്കട്ടെ ഞാൻ? അയ്യോ ചായ വേണ്ട.
ചായ എന്ന് പറഞ്ഞ എന്താണ്? എന്താണ്? തേയിലയിൽ നിക്കോട്ടിന്റെ അളവുണ്ട്, അത് നമ്മളെ ഭയങ്കരമായിട്ട് ദ്രോഹം ചെയ്യും. ഞാനേ കഞ്ഞിവെള്ളത്തിൽ ഉപ്പിട്ടുണ്ടോ അത് കൂടി ചേച്ചാ മതി. അളി ഇന്നൊരു ദിവസം ഞാൻ ഇവിടെ നിന്നോട്ടെ അളിയാ. അളിയ ഒരുപാട് കേസ് കിട്ടുണ്ടറിയാ എനിക്ക്. ചുമ്മാണ് എന്നും കോടതി പോണ ഒരു നമ്പർ ഒരു നമ്പർ കേട്ടോ എന്തേട്ടാ പാപ്പന്റെ കേസ് വല്ല നോക്കിയാൽ നിന്നെ കൊല്ലും അവനെ കൊല്ലും. പെട്ടെന്ന് അവനെ പറഞ്ഞു വിടാൻ നോക്ക്. അളിയന് നല്ല പോയി പറഞ്ഞു പറയാം അങ്ങോട്ട്. അളിയന് നല്ല വിഷ്വലുണ്ട്. ഓ കേസ് നമ്പർ 325 ബാറൊക്കെ സർക്കാർ നിരോധിച്ചല്ലേ. നിനക്ക് മാറാൻ എന്താ വേണ്ടത്? ഞാൻ ഒരു കാര്യം പറയാം. അളിയനെ നേരത്തെ പറയാം അമ്മ കഥയില്ലേ, അത് വിഷ്വൽ ഇട്ടില്ല, 2 വള്ളം പണി. ഇങ്ങനത്തെ ഒരു വഞ്ചിപ്രാന്ത് മാറിയില്ലല്ലേ. ഇങ്ങനെ വഞ്ചികളൊക്കെ ഉണ്ടാക്കണം. കാരണം എന്തറിയോ, വരുമ്പോ കുറെ ബന്ധുക്കളുടെ കഥ പറയാം. എന്നെ 2 ദിവസം കൂടെ നിർത്തണേ, ഇത് 2 ഒന്ന് കഴിവേക്കണേ. പിന്നെ രാത്രി എന്തോ ഒരു കയ്യിൽ വേണ്ട, ഇത് കേട്ടോളാം. എന്താ ഇത് അടിപ്പാവാടേ? ഇതെവിടുന്ന പാവാട പെണ്ണുങ്ങളുടെ പാവാടയൊക്കെ? ഞാൻ രാത്രി കിടന്നിട്ട് നേരം വെളുത്ത് എഴുന്നേൽക്കുമ്പോ മുണ്ടൊരിടത്ത് ഞാൻ ഒരിടത്തു. ഇപ്പൊ രാത്രി ഞാൻ പാവാട കെട്ടി കിടക്കണം. ഇതാവുമ്പോ കെട്ടിയ എവിടെയും പോകത്തൂലാണ്, ഇങ്ങനെ കെട്ടിയങ്ങ് വെച്ചാ മതി. നീ ഇങ്ങനെ പെണ്ണുങ്ങളുടെ അടിപ്പാവടയും കെട്ടി നടന്നോടാ. നിന്റെ കൂട്ടുകാരന്മാരൊക്കെ കല്യാണം കഴിച്ച് 3-4 പിള്ളേരായി. എനിക്കറിയാം, സന്ധ്യ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അവസാനം അവിടെ കല്യാണമായി. ഞാൻ അറിഞ്ഞു നീ അവക്കടെ കല്യാണത്തിന് പോയി നാണയിലാണ്ട് തിന്നിട്ട് വന്നു. അവസാനമായിട്ട് ഒരു നിമിഷം അവളെ കാണാൻ വേണ്ടി ചെന്നതാ. ചെന്നപ്പോ താലി കെട്ടണ സമയം ഇന്ന് സങ്കടം വന്നില്ലയോ? ഞാനൊന്ന് പൊട്ടിക്കരയാൻ വേണ്ടി നേരെ ഓഡിറ്റോറിയത്തിന്റെ ബാക്കിൽ ചെന്നപ്പോ 30 അവന്മാര് നിന്ന് പൊട്ടിക്കരയണം. അവള് തേച്ച 30 പേര്. ഇതിൽ നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി. ഇത്രയും നാൾ ഞാൻ സമൂഹ സദ്യയുടെ പിറകിലാണല്ലോ തൂക്കാത്രം തൂക്കിയിട്ടുണ്ട് നടന്നേന്ന്. അതോടെ പ്രേമവും വേണ്ട, ഒരു മണ്ണാങ്കട്ടയും വേണ്ട. പേടിക്കണ്ട. നാളെ നേരം വെളുത്ത് 10 മണി എന്ന് പറഞ്ഞ് അടിക്കുമ്പോ പപ്പൻ വെളിയിരിക്കും. പപ്പനെ വെളിയിൽ ഇറക്കിയിരിക്കും ഞാൻ. അതിനുള്ള എല്ലാ പോയിന്റും കള്ളത്തരങ്ങളും എഴുതി വെച്ചിട്ടുണ്ട്, എല്ലാ സാക്ഷിമൊഴികളും എഴുതി വെച്ചിട്ടുണ്ട്. ധൈര്യമായിട്ടിരി. എതിർ വക്കീലിന്റെ വാ തുറക്കാൻ ഞാൻ സമ്മതിക്കൂല. ധൈര്യമായിട്ടിരുന്നോ. ഞാനാണ് പറഞ്ഞത്, വാളൂരാൻ വക്കീലാണ് പറയണത്. ഞാനത് വായിച്ച് കേൾപ്പിക്കാം. അടി നമ്മൾ ഇന്നലെ ഒരു സാധനം ഇവിടെ എഴുതി വെച്ചില്ലേടി, മറ്റേ പപ്പ എന്നെ വെളി ഇറക്കണം. ആ ഒരു സംഭവം ഉണ്ട്. ജഡ്ജി വരെ വാ തുറന്നു പോകും. ധൈര്യമായിട്ടിരി. ഇത് ഇലക്ട്രിസിറ്റി ബില്ലല്ലേ, ഞാൻ മറ്റേ എഴുതി വെച്ചാ മറ്റേ കേസ് നമ്പർ ബാർ, ആ ഒരു സാധനം. അതല്ലെന്ന്, അത് ഇൻഷുറൻസിന്റെ പേപ്പർ വണ്ടിയുടെ. ഈ IP കേസ് നമ്പർ എന്തോന്നറിയോ? കേസ് നമ്പർ ബാർ 222 2022. ഞാൻ വിളിക്കാൻ കൊണ്ടേളിയാ. അതൊന്നുമല്ല, നിന്റെ അനിയൻ തണ്ട വ്യാമനായിട്ട് കായലിട്ട് ഓട്ടിക്കണ ആ സാധനങ്ങൾ കണ്ടാതെ. ഇവിടെ വാ. ജീവിതമാണ് തകർത്തത്. നിനക്ക് മുള്ളമന്തി പപ്പനെ അറിഞ്ഞൂടല്ലേ? നിനക്ക് അറിഞ്ഞൂടല്ലേ? എനിക്കറിയാം മുള്ളമന്തി പപ്പ. സോറി, അറിയാതെ പറ്റിപ്പോയതാ. 10 മണി കഴിഞ്ഞ ജീവിതം എല്ലാം തീർന്നു. 1970 ഒരു വള്ളം മുങ്ങിയ കഥ ഞാൻ പറയാം. വേണ്ടലിയാ, അതൊക്കെ പഴയ കഥയില്ലേ. 2026 ഒരുത്തനെ തുഴക്കടിച്ചു കൊല്ലണ ഒരു കഥ നമുക്ക് പറഞ്ഞാലോ? അങ്ങനെ സംഭവം ഉണ്ട്. അടിപൊളി കഥയായിരിക്കും. പിന്നെ അതുകൊണ്ട് അവിടെ എന്തോ വള്ളംകളി എന്തോ നടക്കണം. നോക്കങ്ങോട്ട്. എവിടെ വള്ളംകളി നടക്കണ? എവിടെ നടക്കണം?